ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു നുറുക്ക് ഗോതമ്പ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഗിവ്-അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗിവ്-അവേനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ഗോതമ്പ് നുറുക്ക് ഒരു 4 മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം കഴുകി ഇതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ, മട്ടരിയുടെയോ വെള്ളരിയുടെയോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണം സവാള എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ് കേട്ടോ, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ മുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മുടെ ഈ ഒരു ഗോതമ്പ് നുറുക്കിൻ്റെ ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പിന്നെ അതിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മാവിൻ്റെ ടിന്ന് വെച്ചിട്ടുള്ളത്. ഇനി അടച്ചു വെച്ചിട്ട് ഇത് ആവിയേറ്റിയെടുക്കാം. അധികം കട്ടിയില്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ചാണ് വേവുന്ന സമയം. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റും കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒക്കെ കുത്തി നോക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ പീസും എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, അടിയിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ പീസും നമുക്ക് ഇതുപോലെ വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും ഇതിങ്ങനെ കൊടുക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറ്റിയാണ്. കുറച്ചൊരു സ്പൈസി സ്വീറ്റൊക്കെ ആയിട്ടുള്ള ഫ്ലേവറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിസയുടെ ഒക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സ്വീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് എടുത്തിട്ടും ഈ ഒരു മസാലയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി, ഒരുപാട് തിക്കായിട്ടൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഈ മസാലയൊന്നും കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ പുറമേയുള്ള മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ മതി. ഒരു സൈഡ് ആയി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്